അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 5. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് സൂറത്തു തൗബയിലെ 128 വചനമാണ്. സൂറത്തു തൗബയുടെ തുടക്കത്തിൽ ബിസ്മിയോദൽ ഹറാമും ഇടയിൽ കറാഹത്തുമാണെന്നാണ് ഷാഫിഈ മദ്ഹബിലെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിലപാട്. എങ്കിൽ അതേ കനത്തിലും സ്ഥാനത്തിലുമുള്ള ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു അൻഹു പറയുന്നത് തുടക്കത്തിൽ കറാഹത്തും ഇടയിൽ സുന്നത്തുമാണെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഇടയിൽ നിന്നൊക്കെ, ഇപ്പോൾ നമ്മൾ ഓതിയ ആയത്തുപോലെ ഇടയിൽ നിന്നൊക്കെ ആയത്തുകൾ എടുത്ത് ഓതുമ്പോൾ ഒരുപക്ഷെ അറിയാതെ ചിലപ്പോൾ ബിസ്മി ഓതിപ്പോയേക്കാം. അതൊരു പാതകമല്ലെന്നർത്ഥം. ഏതാവട്ടെ, നമുക്ക് ആശയ തലത്തിലേക്കുള്ള ആശയ ചർച്ചയിലേക്ക് കടന്നു വരാം. ഈ ആയത്തിൻ്റെ ഭംഗി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മുഴുവനായി വരഞ്ഞു കാണിക്കുകയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്യുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യൻ്റെ നേതാവാണ്. ആ മനുഷ്യൻ്റെ പ്രയാസങ്ങൾ തിരിച്ചറിയുക എന്നത് മനുഷ്യൻ്റെ നേതാവിന് അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായി പറയുന്നു, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും. നിങ്ങളുടെ സ്വന്തത്തിൽ നിന്നുള്ള ഒരു പ്രവാചകൻ, അഥവാ സ്വന്തം വർഗത്തിൽ നിന്നുള്ള, മലക്കല്ല, മറ്റേതെങ്കിലും സൃഷ്ടി വിഭാഗങ്ങളിൽപ്പെട്ടയാളല്ല. തീർച്ചയായും നിങ്ങളുടെ വിചാരങ്ങളും ദൗർബല്യങ്ങളും എല്ലാം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു നേതാവ്. ഇതൊരു നേതാവിന് അത്യാവശ്യമാണ്. അനുയായികളുടെ വിഷമങ്ങൾ തിരിച്ചറിയാൻ കഴിയണം. തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമായില്ല, തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനുഭവിക്കുന്ന വേദനയിൽ സിമ്പതി തോന്നണം, സഹതാപം തോന്നണം. എങ്കിലേ അത് പ്രയോജനപ്പെടുകയുള്ളൂ. അതാണ് തൊട്ടടുത്ത വചനത്തിൽ പറയുന്നത്, അസീസുൻ അലൈഹി. ആ തിരുനബിയെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്തതാണ്, അസഹ്യമായ കേസാണ്. മാ അനിത്തും, നിങ്ങളൊന്ന് ചെറുതായി പ്രയാസപ്പെടുന്നത് പോലും ആ മുത്തുനബിക്ക് താങ്ങാനാവാത്ത കേസാണ്. എങ്കിൽ പ്രയാസങ്ങൾ വരുമ്പോൾ കൂട്ടുകാരോട് സഹതാപം തോന്നുന്നവർക്ക് തന്നെ, ഓടിച്ചെന്നവരെ സഹായിക്കാൻ സന്മനസ് കാണിക്കുന്നവർ തന്നെ, തൻ്റെ കൂട്ടുകാരനോ അയൽക്കാരനോ സാമ്പത്തികാഭിവൃദ്ധിയോ മറ്റെന്തെങ്കിലും ഗുണങ്ങളോ നേട്ടങ്ങളോ വരുമ്പോൾ അതിൽ അസൂയ പൂണ്ടു പോകുന്നവരുമുണ്ട്. എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് നന്മ വരുന്നത് ആഗ്രഹിക്കാതെ എന്നും അവർ കഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. മുത്തുനബി അങ്ങനെയല്ല. ഹരീസുൻ അലൈക്കും, തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നന്മ വന്ന് കാണാൻ, മനുഷ്യ മക്കൾക്ക് നന്മയും സന്തോഷവും ഗുണവും വന്ന് കാണാൻ ആഗ്രഹിക്കുന്നയാളാണ്, അല്ല അത്യാഗ്രഹിക്കുന്നയാളാണ് സയ്യിദുനാ റസൂലുള്ളാഹി. എങ്കിൽ ഇത് മൊത്തം മനുഷ്യരോടുള്ള സമീപനമായിരുന്നുവെങ്കിൽ സ്വന്തം പാർട്ടി പ്രവർത്തകരോട് ഈ മുത്തുനബി എങ്ങനെയായിരുന്നു? അതാണ് 4-ാം ഭാഗം, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. തീർച്ചയായും സ്വന്തം പാർട്ടി പ്രവർത്തകരോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിരുകളില്ലാത്ത കരകാണാ കരുണക്കടലാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ആയത്തിൽ മുത്തുനബിയെ പൂർണ്ണമായി അല്ലാഹു വരഞ്ഞിടുന്നു. നമുക്ക് ഇന്ന് ഇതിൻ്റെ ഒരു തുടക്കം മാത്രം കുറിച്ചു. നാളെ മുതൽ റസൂലും മിൻ അൻഫുസികും, തൊട്ടടുത്ത ദിവസം അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ റഊഫുർ റഹീം. യഥാക്രമം നമുക്ക് വിശദീകരിക്കാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.